ഇതിൽ വെള്ളത്തിൻ്റെ തുള്ളി ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ മറ്റേ ചേമ്പലയിലൊക്കെ വെള്ളം കിടക്കുന്ന പോലെ കിടക്കുമെന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ആവറേജ് മൈലേജും ലൈവ് മൈലേജും എല്ലാം പുതിയ മോഡൽ ഡൊമിനോ 250 മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ ആ KTM-ലാണെങ്കിൽ എവിടെയൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ അവിടെയൊക്കെ വെയിറ്റ് കുറയ്ക്കാനാണ് നോക്കിയിട്ടുള്ളത്. ഇതിൽ എവിടെയൊക്കെ കയറ്റാൻ പറ്റുമോ അവിടെയൊക്കെ കയറ്റിയിട്ടാണുള്ളത്. വെച്ചതേ ഉള്ളൂ. ഇത് ബാക്കിലോട്ട് വലിക്കാൻ നല്ല പൊക്കമുള്ളതുകൊണ്ട് എനിക്കല്ല എളുപ്പമാണെന്ന്. പക്ഷേ ഇവിടെ കുറച്ച് ചരളും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല രീതിക്കിപ്പോൾ പാടുണ്ട്. ഈ ഫ്രീ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ വാട്ടർ സർവീസ് മാത്രമായിരിക്കും ഫ്രീ ആയിട്ട് വരുന്നത്. ലേബറും സ്പെയറും എല്ലാം നമ്മളിന്ന് വാങ്ങിക്കും. എൻ്റെ ഫ്രെയിമിൽ നിന്നിട്ട് മാറിപ്പോ. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മീഡിയ ചാനൽ. നമുക്ക് നിറവിയാളുള്ളത് ഡൊമിനോ 250 2023 E20 മോഡലാണ്. E20 മോഡൽ എന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് 20% എത്തനോൾ അടങ്ങിയ പെട്രോൾ നിങ്ങൾക്ക് അടിക്കാൻ പറ്റും. ഈ ഒരു വീഡിയോയിൽ ഒരു റിവ്യൂ മാത്രമല്ല, ഒരു 400 250 തമ്മിലുള്ള കമ്പാരിസനും ഇത് ഏതെടുക്കണമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു രണ്ട് വണ്ടിയും കാണാം ഏകദേശം സെയിമൊക്കെ ആയിട്ടിരുന്നാലും ചെറിയ രീതിക്ക് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് സൈഡ് ടു സൈഡായിട്ട് കമ്പയർ ചെയ്ത് മാത്രമല്ലേ അതറിയാൻ പറ്റൂ. ഫ്രണ്ടിൽ തന്നെ നമുക്ക് ആ വ്യത്യാസങ്ങളെന്ന് ആദ്യം തുടങ്ങാം. ഈ ഒരു ഡിസ്പ്ലേറ്റ് 250-ലാണെങ്കിൽ ഒരു 300 mm ഡിസ്പ്ലേറ്റും 400-ലാണെങ്കിൽ അത് 320 mm മാറും. പിന്നെ ഈ ഒരു UFD 4K തന്നെ 250-ൽ കുറച്ച് ചെറുതാണ്. 400-ഉം 250 നമ്മൾ കമ്പയർ ചെയ്താൽ മാത്രം അറിയാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 400 അതവിടെ ഇരിക്കട്ടെ, നല്ല രീതിക്കൊക്കെ എടുത്തിട്ട് വെക്കണമെന്നൊക്കെ അറിയാമായിരുന്നു, പക്ഷേ അറിയാത്തതുകൊണ്ട് പിന്നെ നമുക്കത്. പിന്നെ സിംഗ, ഇതിലൊരു ബോഫ് ടൈപ്പ് സിംഗമാണ് വരുന്നത്. ഡൊമിനോർ 400-ലാണെങ്കിൽ ഒരു അലുമിനിയം ഇതേപോലത്തെ ഒരു സിംഗമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എൻ്റെ ഫ്രെയിമിൽ നിന്നിട്ട് മാറിപ്പോ. പിന്നെ നിങ്ങൾക്ക് 400 എല്ലാ ആക്സസറീസും ഇതിൽ ഡയറക്റ്റായിട്ട് സ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സർവീസ് കോസ്റ്റിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം. ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് ഞാൻ ജസ്റ്റ് സർവീസ് കോസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ. അവ എനിക്ക് ബില്ലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കുറച്ച് സർവീസൊക്കെ ഫ്രീ സർവീസാണെന്ന് പറഞ്ഞാലും വാട്ടർ സർവീസ് മാത്രമായിരിക്കും ഫ്രീ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ബില്ല് അടയ്ക്കേണ്ടത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് സർവീസിൽ അവന് സ്പെയറിൻ്റെ കോസ്റ്റ് മാത്രമായത് 1871. അതിൻ്റെ തന്നെ കൂടെ ഒരു ലേബറിൻ്റെ ബില്ലുണ്ട് 1168. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഫ്രീ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ വാട്ടർ സർവീസ് മാത്രമായിരിക്കും ഫ്രീ ആയിട്ട് വരുന്നത്. ലേബറും സ്പെയറും എല്ലാം നമ്മളിന്ന് വാങ്ങിക്കും. പിന്നെ സെക്കൻഡ് സർവീസിന് അവനായ കോസ്റ്റ് 1875, സ്പെയറിൻ്റെ കോസ്റ്റും പിന്നെ ലേബറായിട്ട് അവനൊരു 621 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ഇതിപ്പോൾ തേർഡ് സർവീസ് അടുപ്പിച്ചായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പഴയ മോഡൽ 250 ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ ഈ ഒരു സെക്കൻഡറി മീറ്റർ കാണിച്ചു തരാം. ഈ ഒരു സെക്കൻഡറി മീറ്റർ സത്യം പറഞ്ഞാൽ ഇതിൽ വലിയ സെൻസറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഇല്ല. ഇതിൻ്റെ പഴയ മോഡൽ 250-ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരില്ല, ആവറേജ് മൈലേജ് വരില്ല. പക്ഷേ ഇതിൽ ഈ ഒരു കൺസോളിൽ തന്നെ ഗിയറിൻ്റെ പൊസിഷൻ ഇൻഡിക്കേറ്ററും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഗിയർ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, അത് എനിക്ക് ന്യൂട്രൽ, എല്ലാ സെൻസറും അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ട്രിപ്പ് 1, ഇത് ട്രിപ്പ് 2 ട്രിപ്പുകൾ വരുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ആവറേജ് മൈലേജ്, ലൈവ് മൈലേജിൻ്റെ ഒരു ഓപ്ഷനോടെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവ് മൈലേജ് അറിയാൻ പറ്റും. ഇതൊന്നും പഴയ മോഡൽ 250-ൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു ഓപ്ഷനാണ്. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രിപ്പിൻ്റെ എടുത്തിട്ട് വീണ്ടും ഈ ഒരു ബട്ടൺ താഴ്ത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവറേജ് മൈലേജ് അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് കാണിക്കുന്ന ഒരു ആവറേജ് മൈലേജ് 29.5 ആണ്. അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾക്ക് ഇതിൽ അറിയാൻ പറ്റും. ഈ ഒരു സെക്കൻഡറി മീറ്റർ ഇതിൽ ആവശ്യമുണ്ടോ എന്ന് തോന്നിപ്പോകും, കാരണം പക്ക വേസ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ വണ്ടിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ടൈമും എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മീറ്ററിൽ അതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ഗുമ്മുണ്ടായിരുന്നേനെ. പിന്നെ ഇതും KTM തമ്മിൽ ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ KTM-ലാണെങ്കിൽ എവിടെയൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ അവിടെയൊക്കെ വെയിറ്റ് കുറയ്ക്കാനാണ് നോക്കിയിട്ടുള്ളത്. ഇതിൽ എവിടെയൊക്കെ കയറ്റാൻ പറ്റുമോ അവിടെയൊക്കെ കയറ്റിയിട്ടാണുള്ളത്. നിങ്ങൾക്ക് വണ്ടി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, വണ്ടി പക്ക ഹെവി ആയിട്ടൊരു ബിൽഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ രണ്ട് മിറർ എനിക്ക് തോന്നുന്നു ഒരു 2 കിലോ അടുപ്പിച്ച് വെയിറ്റ് വരും. ഈ ഒരു കാരിയർ അതിനും ഒരു 2-2.5 കിലോ വരും. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എനിക്കിത് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നതിൻ്റെ കാരണം ഞാൻ എൻ്റെ വണ്ടിയിൽ അത് വാങ്ങിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതൊരിക്കലും ഒരു 400-ന് ഒരു റിപ്ലേസ്മെൻ്റ് അല്ല. നിങ്ങളൊരു 400 എടുക്കാതിരിക്കുന്നതെങ്കിൽ 400 എടുക്കുക. പിന്നെ രണ്ടിൻ്റെ അറിയാമല്ലോ, 400-ഉം 250-ഉം പ്രൈസ് അല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ബഡ്ജറ്റൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 250-ലോട്ട് തന്നെ പോവാം. പക്ഷേ ഇതൊരിക്കലും 400-ന് ഒരു റിപ്ലേസ്മെൻ്റ് അല്ല. ഇതിൻ്റെ ഫ്രണ്ട് ടയർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 100, 400-ലാണെങ്കിൽ 110. പിന്നെ റെയറിലോട്ട് വരികയാണെങ്കിൽ കുറച്ച് നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആകും, കാരണം ഈ ഒരു ടയറിൻ്റെ സൈസ് നല്ല രീതിക്ക് ചെറുതായിട്ട് തോന്നും. ഇതിൽ സ്റ്റോക്കായിട്ട് 130 വരുന്നത്. ഇവ എന്തായാലും അപ്സൈസ് ചെയ്ത് 140 വരെ ഇട്ടിട്ടുണ്ട്. പക്ഷേ
400-ലും ഇതിലും 17 ഇഞ്ചിൻ്റെ റിം സൈസാണ് വരുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾ ഇതിൻ്റെ ഗ്യാപ്പ് എന്തോ വ്യത്യാസമുണ്ട്. 400-ൽ ഞാൻ ഒരു 160 ടയറൊക്കെ ഇടുന്നതിന് കണ്ടിട്ടുണ്ട്. ഇതിൽ 140 ഇട്ടപ്പോൾ തന്നെ ടയർ ഒന്ന് ബൾജായി നിൽക്കുന്നൊരു ഫീല് ഉണ്ട്. പിന്നെ ബാക്കി ഡോമിനോ 400 എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ആവറേജ് മൈലേജും ലൈവ് മൈലേജും എല്ലാം പുതിയ മോഡൽ ഡോമിനോ 250-ൽ മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ ആദ്യം അതൊന്ന് മനസ്സിലാക്കണം. അതിന് മുമ്പത്തെ വേരിയൻറ്റിൽ ഇതൊന്നും പ്രസൻ്റ് അല്ല. 50-ക്കും 400-നും സെയിം ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു റേഞ്ച് വ്യത്യാസം വരും. കാരണം 400cc-ക്കും 250-ക്കും ഉണ്ടാകുന്ന ഒരു മൈലേജിൻ്റെ വേരിയേഷൻ കാരണം ഇതിലിപ്പോൾ അവനൊരു 35-40 ഒക്കെ ഹൈവേയിലൊക്കെ അടുപ്പിച്ച് കിട്ടും. ഇവിടേക്ക് ഓടുമ്പോൾ ഒരു 30-32 അത്രമാത്രം പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ നിങ്ങളിപ്പോൾ 400-ലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെയിം ഫ്രെയിം, സെയിം എല്ലാ കാര്യങ്ങളും, എഞ്ചിൻ മാത്രമാണ് വ്യത്യാസമുള്ളത്. പിന്നെ ഈ ഫോർക്കിലും സിംഗാമിൻ്റെ എല്ലാം കൂടെ വെയിറ്റൊക്കെ ചേർത്ത് ഇതിൽ 400 കാട്ടി ഒരു 7 or 8 കിലോ അടുപ്പിച്ച് ഡ്രോപ്പ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഓട്ടിക്കുമ്പോൾ 400 മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഓട്ടിക്കാൻ വേണ്ടി ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉണ്ടായിരുന്നതിനെന്ന് തോന്നും. ഇതിനിപ്പോൾ ഒരു 140 ടോപ്പ് എൻഡ് ആൾക്കാർ ക്ലെയിം ചെയ്ത്. ഞാൻ അതിൻ്റെ ടോപ്പ് എൻഡൊന്നും അടിച്ച് നോക്കിയിട്ടില്ല. അത് തന്നെ 400-ന് 170. ഇത് 250cc-യും അത് 400cc-യുമാണ്. അപ്പോൾ 400 മൈനസ് 250, ഒരു 150cc വ്യത്യാസത്തിൽ നിങ്ങൾക്കൊരു 30 കിലോമീറ്റർ സ്പീഡ് എക്സ്ട്രാ പോകാൻ പറ്റും. കാരണം 170 അതിൽ. ഇതിൽ 140. പിന്നെ ഇത് നല്ല രീതിക്ക് വെയിറ്റാണ്. കൺട്രോളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഹൈറ്റുണ്ട്. എനിക്കിത് ഹാൻഡിൽ ചെയ്യാനൊന്നും വരെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വണ്ടി കയ്യിൽ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് ഇതിൻ്റെ ഹാൻഡിലിങ്ങിൻ്റെ കാര്യമൊക്കെ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവനെ കണ്ടാൽ നിങ്ങൾക്ക് ചോദിക്കില്ല. കാരണം എൻ്റെ അത്ര ഹൈറ്റും അതിനത്ര ആരോഗ്യമുള്ളൊരു പയ്യനാണ് ഇതിൻ്റെ ഓണർ. അവൻ ഈ ഒരു വണ്ടി ഒരു കളിപ്പാട്ടം കണക്കാണ് എടുത്തുകൊണ്ട് നടക്കുന്നത്. അവൻ ഇതൊരു വെയിറ്റായിട്ടേ തോന്നില്ല. നിങ്ങൾ കുറച്ച് കാലിലൊക്കെ നീളമൊക്കെ കുറവുണ്ട്, ആരോഗ്യമൊക്കെ കുറവുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. പിന്നെ ഇതിലിവിടെ ഒരു DG-ൻ്റെ ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണിച്ചേക്കും. അതിലും ഗ്യാരേജാണ്. അതിലൊരു ഗ്രാഫീൻ കോട്ടിങ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കൊടുത്തേക്കുന്നത്. പിന്നെ 400 നോക്കണവർക്കാണെങ്കിൽ ഒരിക്കലും ഇതൊരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയ വണ്ടിയല്ല. 400 ആണ്. 250 തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പവർ നിങ്ങൾക്ക് ഈ ഒരു റോഡിലൊക്കെ ആവശ്യമുള്ളൂ. 400 എല്ലാ ആക്സസറീസും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എനിക്കിതിൽ ചെറിയ ഡിസപ്പോയിൻ്റ് ആയിട്ട് തോന്നിയത് ഒരു ടയറിൻ്റെ സൈസ് കുറവ് മാത്രമാണ്. പിന്നെ പഴയ വേരിയൻ്റ് 250 എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം അതിൽ ഈ ഒരു സെൻസറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, പക്ഷേ ആ ഒരു ഫീച്ചറെല്ലാം 250-ൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു E20 മോഡൽ 20% എത്തനോളുള്ള പെട്രോൾ നിങ്ങൾക്ക് ഇതിലടിക്കാൻ പറ്റും. E20. ഇതിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് വൈഡാണ്. കയറിയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു വൈഡായിട്ടിരിക്കുന്ന ഒരു ഫീല് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇത് NS-ലും മിക്കുള്ള വണ്ടികളിലും ആൾക്കാർ ആൾട്ടർ ചെയ്ത് കയറ്റുന്നതും. ഈ ഒരു മിറേഴ്സൊക്കെ കാണുമ്പോഴേ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നിങ്ങൾക്ക് കത്തും. 2-3 കിലോ ഉണ്ടെങ്കിലും സാധനം പക്കാ വേർത്താണ്. പിന്നെ ഇതും KTM-ഉം ഒരേ തൂണിൽ അപ്പുറത്തും നിൽക്കുന്ന 2 ബൈക്കുകളാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം KTM ഓടിക്കുമ്പോൾ വേറൊരു ഫീലാണ്, ഡോമിനോർ ഓടിക്കുമ്പോൾ വേറൊരു ഫീലാണ്. പക്ഷേ എനിക്ക് ഡോമിനോറാണ് കുറച്ചുകൂടെ ഒരു ഓടിക്കാൻ നേരത്ത് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് എന്ന വണ്ടി. കാരണം നല്ല രീതിക്ക് വെയിറ്റ് ഉണ്ട്. നമ്മൾ വീഴോന്നോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാറ്റ് പോലും പിടിക്കുന്നത് കുറവാണ്. പക്ഷേ KTM-ൻ്റെ ഒരു എന്ത് പറയും, ഒരു ഫീല് വേറെയാണ്. ഡോമിനോറിൻ്റെ ഫീല് അതിൻ്റെ നേരെ തിരിച്ചൊരു ഫീലാണ്. KTM-ൽ അവർ എവിടെയൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ അവിടെയൊക്കെ കുറച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എവിടെയൊക്കെ കൂട്ടാൻ പറ്റുമോ അവിടെയൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് എവിടെയൊക്കെ എത്തിയായിരുന്നു. പിന്നെന്തുണ്ട്, ബാക്കി ഈ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ബേസിക്കാണ്. ബാക്കി ഈ മീറ്റർ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചൊക്കെ ഇവിടെ ഒരു M-ൻ്റെ സ്വിച്ചുണ്ട്, S-ൻ്റെ സ്വിച്ചുണ്ട്. ഇത് മോഡും S എന്താണെന്ന് എനിക്കറിയില്ല, എങ്കിൽ അത് കുത്തുമ്പോൾ മാറുന്നൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ നോക്കിയായിരുന്നു. ഇതിലൊരു ഗ്രാഫിയൻ കോട്ടിങ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ അവനൊരു അറൗണ്ട് 1 year + 1 ആയ വണ്ടിയാണ്. കളറും കാര്യങ്ങളൊന്നും ഒട്ടും തന്നെ ഫെയ്ഡ് ആയിട്ടില്ല. അപ്പോൾ ഇതിലൊരു ഗ്രാഫൈൻ കോട്ടിങ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അത് പറഞ്ഞ സ്ഥിതിക്ക് ഇതെന്തോ ഡീറ്റെയിലിംഗ് ഗാരേജിൽ നിന്നാണ് ചെയ്തത്. അവനൊരു 4500 അടുപ്പിച്ച് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ഒരു 3 വർഷത്തെ ടോപ്പപ്പ് ഒക്കെ അവർ ചെയ്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം ടോപ്പപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒരു തിളക്കം കിട്ടും. ഈ ഒരു ചെയ്താൽ നിങ്ങൾക്ക് വെച്ചാൽ ഇതിൽ വെള്ളത്തിൻ്റെ തുള്ളി ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ മറ്റേ ചേമ്പലയിലൊക്കെ വെള്ളം കിടക്കുന്ന പോലെ കിടക്കുമെന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ ഇനിയിപ്പോൾ എന്തായാലും വെള്ളമൊന്നും വെച്ച് നോക്കാൻ പോകുന്നില്ല. കാരണം ടോപ്പപ്പ് ഒക്കെ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇതിൻ്റെ സോഫ്റ്റ് നോട്ട് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം. ഇതാണ് ഇതിൻ്റെ സോഫ്റ്റ് നോട്ട്. ഡേയ് ചുമ്മാരെ പട്ടി സമ്മതിക്കില്ലെന്നാണ് തോന്നുന്നത്.
എസ് ഓഫ് നോട്ട് കേട്ട പട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് എസ് ഓഫ് നോട്ട്. പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റ് സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദ ബ്രൈറ്റസ്റ്റ് ഹെഡ്ലൈറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ഒരുപാട് പേര് NSLക്കാരും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ്. നല്ല ഇത്രയും ഒരു സ്റ്റോക്കായിട്ട് ഹെഡ്ലൈറ്റിൽ വെട്ടം വരുന്ന വണ്ടി ഞാൻ വേറെ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡിമ്മ്. അടുത്ത ബ്രൈറ്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബ്രൈറ്റ്. പിന്നെ ഈ ഒരു ബ്രൈറ്റ് ഹായ് പിന്നെന്തുകൊണ്ടായിരുന്നു കേസ് ഈ ഒരു ഡിമ്മും ബ്രൈറ്റിൻ്റെ സെൻസറും ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റാൻ തോന്നും. പിന്നെ ABSൻ്റെ ഇതും ഇത് വേസ്റ്റൊന്നുമല്ല. ഇതിൽ വണ്ടിയുടെ ഓവർ ഹീറ്റിങ്ങിൻ്റെ സെൻസറും പിന്നെ ബജാജിൻ്റെ ഒരു ലോഗോയും പിന്നെ ABSൻ്റെ സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഈ വണ്ടിയുടെ ഓണറിനെ കടിക്കാൻ വേണ്ടി പട്ടി അവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അവനെ കടിക്കാത്ത രീതിയിലെടുക്കാം വെച്ചതേ ഉള്ളൂ. ഇത് ബാക്കിലോട്ട് വലിക്കാൻ നല്ല പൊക്കമുള്ളതുകൊണ്ട് എനിക്കല്ല എളുപ്പമാണെന്ന്. പക്ഷേ ഇവിടെ കുറച്ച് ചരളും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് ഇപ്പോൾ പാടുണ്ട്. അല്ലെങ്കിൽ ഈസി ആയിട്ടൊക്കെ വലിച്ചുകൊണ്ടിരുന്നതാണ്. കുഴപ്പമില്ല. പക്ഷേ കാല് നീളം കുറഞ്ഞ ഒരാളായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന വരയ്ക്കേണ്ടി വന്നേനെ. ചുമ്മാരി റിവ്യൂ തന്ന ഓണറിനെ പട്ടി കടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ തരുന്ന കോൺഫിഡൻസ് നിങ്ങൾക്ക് വേറൊരു വണ്ടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. KTMൻ്റെ കാര്യത്തിൽ പവറൊക്കെ കൊടുക്കുന്ന പവറാണെങ്കിലും കോൺഫിഡൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും ഡൊമിനോർ ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഈ ഒരു റോഡിലൊക്കെ ഈ ഒരു പവർ നിങ്ങൾക്ക് ധാരാളം കൈ കൊടുത്ത് കയറി പോകാം. ഹൈവേയിൽ മാത്രമായിരിക്കും നിങ്ങൾക്കൊരു വ്യത്യാസം തോന്നിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാറിൻ്റെ വെയിറ്റൊക്കെ നല്ല രീതിക്ക് വലുതാണ്. എനിക്ക് വലിയ രീതിക്കുള്ളൊരു വൈബ്രേഷനും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ബ്രേക്കൊക്കെ പക്ക ക്രിസ്പാണ്. പിടിച്ച് അവിടെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ അനുസരിച്ചുള്ള വെയിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് പറഞ്ഞാൽ ഒരു കാറ്റ് പിടിക്കുന്ന ഒരു എഫക്റ്റൊന്നും കിട്ടില്ല. സാധാ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്തൊരു കൊതു പോകുന്ന ഫീലും ഇതിലാണെങ്കിൽ ഒരു ആനപ്പുറത്തിരുന്ന് പോകുന്ന ഫീലും അത്രയും ഒരു വെയിറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഹാൻഡിലിൻ്റെ ബാറൊക്കെ എന്ന് വെച്ചാൽ നല്ല രീതിക്ക് വൈഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോങ് ഒക്കെ പോകാൻ നേരത്തായാലും ഇതിൽ നല്ല രീതിക്ക് കംഫർട്ടാണ്. ഈ ഒരു വെയിറ്റ് വണ്ടിയുടെ പവറിനെ ഒന്നും അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും തോന്നില്ല. കാരണം ഈ വെയിറ്റ് സീരിയസ് ആയിട്ട് KTMനൊക്കെ പവർ ടു വെയിറ്റ് റേഷ്യോയിലാണ് കളിക്കുന്നതെങ്കിലും ഇത് കളിക്കുന്നത് പക്ക വെയിറ്റിലാണ്. ഈ ഒരു വെയിറ്റ് നിങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസ് എന്ന് പറയാനാ കോൺഫിഡൻസ് വിത്ത് വെയിറ്റ് എന്ന് എനിക്ക് ഡൊമിനോറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റൂ. പിന്നെ അഫ്കോഴ്സ് 400ൻ്റെ അത്രയും ഒരു ഗുമ്മ് നിങ്ങൾക്ക് ഈ വണ്ടിയിൽ ഒരിക്കലും വരില്ല. 50 രൂപ 50 രൂപ നീ ഒന്ന് അയച്ചുതരാന്ന് പറഞ്ഞാൽ 50 രൂപ എവിടെ ഇടാൻ മയിലേ ഗേസ്. അവൻ എനിക്കൊരു 50 രൂപ തരാറുണ്ട്. വീഡിയോയിൽ കാണിച്ചെങ്കിൽ 50 രൂപ വാങ്ങിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സാധനം കിട്ടില്ല. ഗേസ് ഇവിടെയൊക്കെ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 400 വേണമെന്നൊന്നും തോന്നിയൊന്നുമില്ല. ഹൈവേയിൽ മാത്രം പിടിക്കാൻ നേരത്ത് ടോപ്പിൻ്റെ സമയത്ത് മാത്രം നിങ്ങൾക്കൊരു 400ൻ്റെ ആവശ്യം തോന്നിക്കും. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഞാൻ പക്കാ സാറ്റിസ്ഫൈഡ് ആണ്. അതെനിക്ക് ഞാൻ ഇനിയൊരു 200cc വണ്ടി ഓടിച്ച് നടന്നിട്ട് പിന്നെ ഈ ഒരു 250 ഓടിക്കുന്നുണ്ടുള്ളൊരു വ്യത്യാസമാണ് തോന്നുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ 400 യൂസേഴ്സിന് അത്രയല്ല 400 യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതത്ര ഒന്നും പിടിക്കില്ല. കാരണം അവരെ സെയിം ലുക്കും സ്പെക്കൊക്കെ വെച്ചിട്ട് വേറൊരു വണ്ടി അതിനെക്കാട്ടി CC കുറച്ച് ഇറക്കുന്നത്. ഈ രണ്ട് വണ്ടി കാണാനും വലിയ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം ഒരേപോലെ ഇരിക്കും. ആ ഒരു 250 400 ബാഡ്ജിങ്ങിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ അങ്ങനെ ഇറക്കുന്നത് 400ൻ്റെ ഓണേഴ്സിന് ഇഷ്ടപ്പെടില്ല. ഇനിയിപ്പോൾ ഈ ഒരു 250 കുറച്ചുകൂടെ കുറഞ്ഞ 200 മോഡൽ ഇറക്കി കഴിഞ്ഞാൽ അത് ഇതിൻ്റെ 250 ഓണേഴ്സിന് ഇഷ്ടപ്പെടില്ല. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്കൊക്കെ പക്ക ക്രിസ്പാണ്. പിന്നെ വിത്ത് ABS ഡ്യുവൽ ചാനൽ ABSും കാണുക വരുന്നുണ്ട്. പിന്നെ ഈ ഒരു 250cc വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ എല്ലാ ഗിയറും മാറി ഓടിച്ച് നടക്കാൻ പറ്റും. ഒരു 400cc വണ്ടിയായിരുന്നു ഇതെങ്കിൽ എനിക്ക് ഈ ഒരു ഇട റോഡിലും കാര്യങ്ങളിലൊന്നും എനിക്ക് എല്ലാ ഗിയറൊന്നും മാറി കൊണ്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എൻ്റെ മൈലേജിനെ നല്ല രീതിക്ക് അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഗിയറും മാറി സ്മൂത്തായിട്ട് കൊണ്ടെടുക്കാൻ വേണ്ടി 250 ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഹൈവേസും കാര്യങ്ങളും ലോങ് ട്രിപ്പൊക്കെ പോകണമെങ്കിൽ അഫ്കോഴ്സ് യു കുഡ് ഓപ്റ്റ് 400cc ബൈക്ക്. പട്ടി അല്ലെങ്കിലും എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി ഒട്ടും സപ്പോർട്ട് എനിക്ക് തരുന്നില്ല. അപ്പോൾ തിരിച്ച് വീടെത്തിയതോടെ ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ സിൻസിയറൊക്കെ ആയിട്ട് ഞാൻ ഈ വണ്ടിയുടെ റിവ്യൂ എനിക്ക് പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എടുത്ത് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ എടുത്തതിന് കാര്യങ്ങളൊക്കെ ചെറിയ കുഴപ്പങ്ങൾ കാണും. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്ക്. നിനക്കിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെയും എൻ്റെ ഇൻസ്റ്റ ID കൂടെയൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ചാനൽ കണ്ടിട്ട് അതേണക്ക് ഇറങ്ങിപ്പോകാതെ ലൈക്കും അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അതിനൊക്കെ കുറച്ചൊന്ന് യൂസ് ആയിരുന്നേനെ.
അപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. പറ്റുമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്ക്. എൻ്റെ ഇൻസ്റ്റാ ലിങ്ക് എൻ്റെ അക്കൗണ്ട് ബയോത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് നിൽക്ക് ആരും പോകരുത്. ഈ റിവ്യൂവിന് തന്ന ഇതിൻ്റെ ഓണറിൻ്റെ ഐ ഡി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവന് മെസ്സേജ് അയക്കാം. ഒരു ഓണർ തരുന്ന റിവ്യൂവിൽ അത്ര ഞാൻ തന്നു കഴിഞ്ഞാൽ എന്തായാലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് ആലോചിച്ചിട്ടേക്ക്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.